ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ചേച്ചി ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നത്? എല്ലാവരും ചേർന്ന് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ കണ്ടെത്തണം എന്നൊക്കെ ചിന്തിച്ച് അലീനയുടെ ജന്മരഹസ്യം കണ്ടെത്താനുള്ള പുറപ്പാടിലായിരിക്കും ബബിത. അങ്ങനെ ബബിത രോഹിത്തിൻ്റെ അടുക്കെ പോയി ചോദിക്കുന്നുണ്ട്, അല്ല രോഹിയേട്ടാ, ശരിക്കും അലീന ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരായിരിക്കും? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഓ ബബിതേ, നീ ഇതുവരെ അത് വിട്ടില്ലേ? അലീന ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരായാലും നമുക്കെന്താ? നമ്മൾ എന്തിനിപ്പോൾ അതൊക്കെ ചിന്തിക്കുന്നത്? നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് ചേച്ചി എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താമെന്നുള്ളതിനെ പറ്റിയാണ്. ചേച്ചി ഇല്ലാത്തൊരു വീടിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്കൊരു പുതിയ ജീവിതം തന്നത് തന്നെ ചേച്ചിയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് രോഹിയേട്ടാ, എന്നാലും എല്ലാവരും കൂടി എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നത് പോലെ തോന്നുന്നു. രോഹിയേട്ടൻ ഓർക്കുന്നുണ്ടോ മുമ്പൊരിക്കൽ കൃഷ്ണജ പറഞ്ഞത്? അലീന ചേച്ചിയുടെ അച്ഛൻ നമ്മുടെ അച്ഛനല്ലെന്ന് അവൾക്കൊക്കെ നേരത്തെ അറിയാമെന്ന്. ചേച്ചിയുടെ ശരിക്കുള്ള അച്ഛനമ്മയും ആരാണെന്നും അവൾക്കറിയാം. എന്നാൽ അതിപ്പോഴും നമ്മൾ പറയില്ലെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറയുമ്പോൾ തന്നെ അതിലെന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളോടൊന്നും പറയാൻ പറ്റാത്ത എന്തോ ഒരു രഹസ്യമുണ്ട് അലീന ചേച്ചിയായിട്ട് ബന്ധപ്പെട്ടത്. എന്തായാലും ഇതൊന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എന്തായാലും അതറിയാനായിട്ട് ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ബാക്കിയുള്ളൂ. കൃഷ്ണയ്ക്കൊക്കെ എല്ലാം അറിയാം, പക്ഷെ ഒരിക്കലും അവളത് നമ്മളോട് പറയില്ല. അതുകൊണ്ട് തന്നെ രോഹിയേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം, നമുക്കത് കണ്ടുപിടിക്കണം എന്നിങ്ങനെ ബബിത പറയുമ്പോൾ രോഹിത്ത് പറയും, നമ്മളെങ്ങനെ കണ്ടുപിടിക്കാനാ? എന്തായാലും അച്ഛനും കൃഷ്ണമോളും മനുവേട്ടനും ഒന്നും നമ്മളോട് സത്യമൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കാനായിട്ടാ എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എൻ്റെ രോഹിയേട്ടാ, ഇന്ന് അലീന ചേച്ചിയും കൃഷ്ണമോളും ഒക്കെ കൂടി സാധനം വാങ്ങാനായിട്ട് കടയിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അലീന ചേച്ചിയുടെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കാം. എന്തെങ്കിലും കച്ചിത്തരുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടാതിരിക്കില്ല. അപ്പോൾ രോഹിത്ത് ചോദിക്കും, അതൊക്കെ വേണോ ബബിതേ? എങ്ങാനും ചേച്ചി അറിഞ്ഞാൽ ചേച്ചി എന്ത് വിചാരിക്കും? അതിനിപ്പോൾ ഇതൊക്കെ ചേച്ചിയോട് പറഞ്ഞിട്ടാണോ ചെയ്യാൻ പോകുന്നത്? ചേച്ചിയോട് പറഞ്ഞിട്ടല്ല നമ്മൾ നോക്കുന്നത്. ചേച്ചി പോയിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മളെല്ലാം നോക്കിയിട്ട് എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ച് പഴയപടി എടുത്തതുപോലെ വെക്കും. അപ്പം പിന്നെ ചേച്ചി ഒന്നും അറിയാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ രോഹിത്തും അതിന് സമ്മതിക്കും. പിന്നീട് ബബിത കൃഷ്ണമോളുടെ അടുക്കെ പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പുറത്തു പോകുന്നില്ലേ? എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ കൃഷ്ണമോൾ പറയും, ഓ എനിക്ക് വയ്യ ചേച്ചി, ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. തൽക്കാലം അലീന ചേച്ചിയുടെ കൂടെ ബബിതേച്ചി പൊക്കോ. ചേച്ചിയുടെ സ്കൂട്ടി കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് പോയി വരികയും ചെയ്യാമല്ലോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റില്ല, എനിക്കൊരു അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, നീ തന്നെ അങ്ങ് പോയാൽ മതി എന്നിങ്ങനെ ബബിത പറയുമ്പോൾ അലീന അവർക്കുള്ള ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മക്കളെ, നിങ്ങൾ എവിടെ പോകുന്ന കാര്യം പറയുന്നേ? അത് പിന്നെ ചേച്ചി പറഞ്ഞില്ലായിരുന്നോ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തു പോകുന്ന കാര്യം? ബബിതേച്ചിയോട് ഞാൻ ചേച്ചിയുടെ കൂടെ പോകുമെന്ന് ചോദിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട് ചേച്ചി എന്ന് കൃഷ്ണമോള് പറയുമ്പോൾ ബബിതയും പറയും, എനിക്കും പഠിക്കാനുണ്ട്, എനിക്ക് നാളെ തന്നെ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. എന്നാൽ നിങ്ങൾ രണ്ടുപേരും വരണ്ട, ഞാൻ തന്നെയേ പൊക്കോളാം, ഇവിടെ അടുത്തല്ലേ എന്നിങ്ങനെ അലീന പറയുമ്പോൾ കൃഷ്ണമോളപ്പോൾ പറയും, അതൊന്നും വേണ്ട, ഞാനും കൂടെ വരാൻ ചേച്ചി. വേണ്ട മോളെ, നീ ഇരുന്ന് പഠിച്ചോ, ഇവിടെ അടുത്തല്ലേ, ചേച്ചി ഒറ്റയ്ക്ക് പൊക്കോളാം. അതൊന്നും പറ്റില്ല, ഞാനും ചേച്ചിയുടെ കൂടെ വരാം. ചേച്ചിയെ തനിയെ വിട്ടാലേ അച്ഛൻ ആദ്യം ചോദ്യം ചെയ്യുന്നത് എന്നെയായിരിക്കും. അതുകൊണ്ട് ചേച്ചി അങ്ങനെ തനിച്ചു വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചേച്ചിയുടെ കൂടെ ഞാൻ വരും. അങ്ങനെയാണെങ്കിൽ മോള് പോയിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് വാ, നമുക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. സാധനം വെക്കാനൊന്നും കറി വെക്കാനൊന്നും ഒരു സാധനവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് പോകും. അപ്പോൾ ബബിത പറയും, നീ എന്തായിട്ട് നോക്കി നിൽക്കുന്നേ, വേഗം മാറ്റി പോവാൻ നോക്ക്. അതെന്താ ചേച്ചി, ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് ചേച്ചിക്ക് ആ മുടീനെ വിളിച്ചിങ്ങോട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണോ? നോക്കു പെണ്ണേ, വെറുതെ ആവശ്യമില്ലാത്ത സംസാരിച്ചാലുണ്ടല്ലോ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്നും പറഞ്ഞ് ബബിത അവളുടെ റൂമിലേക്ക് പോകും. അങ്ങനെ അലീനയും കൃഷ്ണമോളും കടയിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുമ്പോൾ അലീന ബബിതയോടും രോഹിത്തിനോടും പറയുന്നുണ്ട്, മക്കളെ ചായക്കുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, രണ്ടുപേരും എടുത്ത് കഴിച്ചോണം, ഞങ്ങൾ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അവരങ്ങ് പോകും. അങ്ങനെ അലീനയും കൃഷ്ണമോളും പോയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം രോഹിത്തും ബബിതയും കൂടെ അലീനയുടെ റൂമിൽ കയറി ഡോറൊക്കെ ക്ലോസ് ചെയ്ത് മൊത്തത്തിലൊന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ അലീനയുടെ ബാഗിൽ നിന്നും ബബിതയ്ക്ക് ഒരു ഡയറി കിട്ടും. രോഹിയേട്ടാ, നോക്കിക്കേ, ഒരു ഡയറി. എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ആ ഡയറി ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ആ ഡയറി മറിച്ചു നോക്കുമ്പോൾ ആ ഡയറിയിൽ നിന്നും വൈജയുടെ ഒരു പഴയകാല ഫോട്ടോ ലഭിക്കുന്നുണ്ട്.
അപ്പോൾ ബബിത പറയുന്നുണ്ട്, രോഹിയേട്ടാ ഇത് നമ്മുടെ അമ്മയുടെ ഫോട്ടോ അല്ലേ? അതെ ബബിതേ, ഇത് നമ്മുടെ അമ്മയുടെ ഫോട്ടോ തന്നെയാണ്. അല്ല, നമ്മുടെ അമ്മയുടെ പഴയകാല ഫോട്ടോ എങ്ങനെയാ ചേച്ചിയുടെ കയ്യിൽ വന്നേ? അല്ല, ഇനിയിപ്പോൾ ചേച്ചി എന്തിനായിരിക്കും ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരാ ഫോട്ടോ മറച്ചു നോക്കുമ്പോൾ ആ ഫോട്ടോ അവർ മറച്ചു നോക്കിയ സമയത്ത് അതിൻ്റെ ബാക്കിൽ ബ്രിജിത്താമ്മ എഴുതിയ കുറേ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. മോളെ അലീന മോളെ, നീ എന്നോട് ഞാനിപ്പോൾ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ കാരണം തന്നെ ഒരിക്കലും നിനക്ക് തോന്നരുത് നീ ഒരു അനാഥയാണെന്ന്. നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് നിന്റെ മുത്തശ്ശനാണ്. കൈതക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമ മേനോനാണ് നിന്റെ മുത്തശ്ശൻ എന്നവർ വായിച്ചതും രോഹിത്തും ബബിത ആകെ ഞെട്ടി നിൽക്കുകയാണ്. അല്ല രോഹിയേട്ടാ, ഇത് വായിച്ചത് കേട്ടില്ലേ? നമ്മുടെ മുത്തശ്ശനാണ് അലീന ചേച്ചിയുടെ മുത്തശ്ശനെന്ന്. അതെങ്ങനെ? അപ്പോൾ രോഹിത്ത് പറയും, നമുക്ക് വാക്യം കൂടെ വായിക്കാം എന്നും പറഞ്ഞ് രോഹിത്തും ബബിതയും കൂടെ വാക്യം കൂടെ വായിക്കുകയാണ്. അതിൽ പറയുന്നുണ്ട്, മോളുടെ അച്ഛൻ ഒരു ക്രിസ്ത്യാനിയാണ്, അമ്മയാണ് ഒരു ഹിന്ദു. അമ്മയുടെ പേര് വൈജയന്തി, അച്ഛൻ്റെ പേര് സ്റ്റാലിൻ ജോസഫ് എന്നും. അത് മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വായിച്ചതും ബബിതയുടെ കയ്യിൽ നിന്ന് ആ ഡയറി അറിയാതെ തന്നെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ രോഹിത്ത് പറയും, ബബിതേ, അപ്പോൾ നമ്മുടെ അമ്മയുടെ മകള് തന്നെയായിരുന്നു അലീന ചേച്ചി? അതെങ്ങനെ ശരിയാകും? നമ്മുടെ അമ്മയ്ക്ക് എങ്ങനെ ഒരു ക്രിസ്ത്യാനിയിൽ ഒരു മകള് ജനിച്ചു? രോഹിയേട്ടാ, എനിക്ക് തല കറങ്ങുന്നു. നമ്മുടെ അമ്മ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അമ്മയ്ക്ക് എന്തൊക്കെ രഹസ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇത്രയും കാലം നമ്മൾ അവിശ്വസിച്ചത് നമ്മുടെ അച്ഛനെ അല്ലായിരുന്നോ? അതെ ബബിതേ, എന്തായാലും നീ ആ ഡയറി എടുക്ക്. അതിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് അവർ ആ ഡയറി വാക്യം കൂടെ എടുത്ത് തുറന്നു നോക്കുകയാണ്. ആദ്യമൊക്കെ നോക്കുമ്പോൾ അതിനകത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏകദേശം അതിൻ്റെ നടുഭാഗമൊക്കെ ആകുമ്പോഴത്തേക്കിനും അലീന അതിനകത്ത് തൻ്റെ സഹോദരങ്ങളെ കണ്ട സന്തോഷത്തെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായി അലീന ആ വീട്ടിൽ വന്നതും തൻ്റെ കൂടപ്പറമ്പുകളെയും അമ്മയൊക്കെ കണ്ടതും എല്ലാം തന്നെ അവൾ ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് 2 അനിയത്തിമാരെയും ഒരു അനിയനെയും കിട്ടി. ഞാനിപ്പോൾ അനാഥയല്ല. എങ്കിലും ഞാൻ അവരുടെ കൂടപ്പറപ്പാണെന്നുള്ള സത്യം ഞാനായിട്ട് ഒരിക്കലും അവരോട് തുറന്നു പറയില്ല. അതുപോലെ ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തും ഈ രഹസ്യങ്ങളൊന്നും പറയില്ല. ഇതൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ അമ്മ ആകെ തകർന്നു പോകും. ആ കുടുംബം തന്നെ തകർന്നു പോകും. അതുപോലെ എൻ്റെ സഹോദരങ്ങളുടെ ഭാവി പോലും ഇല്ലെന്നായി പോകും. ഒരിക്കലും ഈ സത്യങ്ങളൊന്നും ആരും അറിയാൻ പോകുന്നില്ല. എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ തീരട്ടെ എന്നൊക്കെ എഴുതിയിട്ടുള്ള അലീനയുടെ കുറിപ്പടികൾ വായിക്കുമ്പോൾ രോഹിത്തിൻ്റെയും ബബിതയുടെയും കണ്ണൊക്കെ നിറയുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ഇത്രയ്ക്കും പാവമായിരുന്നു ഏട്ടാ നമ്മുടെ അലീന ചേച്ചി. നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി ചേച്ചി എന്തൊക്കെ ത്യാഗമാണ് സഹിച്ചേ. അപ്പോൾ രോഹിത്ത് പറയും, ഇനി എന്തായാലും അലീന ചേച്ചി ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടും വിടരുത്. നമ്മുടെ ചേച്ചി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കൂടെ തന്നെ ജീവിക്കട്ടെ. നീ എന്തായാലും ആ ഡയറി കിട്ടിയെടുത്ത് തന്നെ തിരികെ വെക്ക്. അവരൊക്കെ ഇപ്പോൾ വരാറായി എന്ന് പറയുമ്പോൾ ബബിത അലീനയുടെ ബാഗിൽ തന്നെ തിരിച്ച് ആ ഡയറി വെക്കും. എന്നിട്ട് ആ ബാഗ് കിട്ടിയ സ്ഥലത്ത് തന്നെ അവർ കൊണ്ടുവെക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത്ത് ബബിതയോട് പറയും, എന്തായാലും നമുക്ക് അമ്മയുടെ റൂം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ, എന്തെങ്കിലും കിട്ടിയാലോ എന്നും പറഞ്ഞ് ബബിതയും രോഹിത്തും കൂടെ വൈജയന്തിയുടെ റൂമിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ കോളിംഗ് ബെൽ ആരോ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് പോയി വാതിൽ തുറക്കുമ്പോൾ അലീനയും കൃഷ്ണമോളും ആയിരിക്കും അത്. രോഹിത്ത് അലീനയോടേക്കും, അല്ല നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോയിട്ട് വന്നോ? അപ്പോൾ കൃഷ്ണമോള് പറയും, അതെന്താ രോഹിയേട്ടാ, ഞങ്ങൾ അവിടെ താമസിക്കാൻ വല്ലതും പോയതാണോ? ഏയ് ഞാൻ അങ്ങനെയല്ല കൃഷ്ണയെ ചോദിച്ചത്. അപ്പോൾ അലീന ചോദിക്കും, അല്ല രോഹി, ബബിത എവിടെ? അവള് റൂമിലുണ്ട് ചേച്ചി. അല്ല നിനക്ക് എന്താ പറ്റി? നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല ചേച്ചി, വല്ലാത്തൊരു തലവേദന. ഞാൻ കുറച്ച് സമയം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിത്ത് തൻ്റെ റൂമിലേക്ക് പോകും. അപ്പോൾ കൃഷ്ണമോള് അലീനയോട് പറയും, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ ചേച്ചി. എന്ത് പന്തികേട്? നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും പെണ്ണെ. എന്തായാലും നീ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇരുന്ന് പഠിക്കാൻ നോക്ക്. ഇങ്ങത്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ടുവെക്കാം എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അലീന സാധനങ്ങളൊക്കെ കിച്ചണിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. ഈ സമയത്ത് കൃഷ്ണമോള് നേരെ പോകുന്നത് ബബിതയുടെ റൂമിലേക്കായിരിക്കും. അല്ല ചേച്ചി എന്താ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നേ? ഞങ്ങൾ വന്നത് അറിഞ്ഞില്ലേ? അപ്പോൾ ബബിത പറയും, ആഹാ നിങ്ങൾ വന്നതെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എന്നാ ചെയ്യാനാ? താഴെ വന്ന് പൂവിട്ട് സ്വീകരിക്കണമായിരുന്നോ? ഓ എന്നാ പറ്റി? ചേച്ചി വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ. ചേച്ചിയുടെ മുടിയനായ കാമുകൻ ചേച്ചിയെ വഴക്ക് പറഞ്ഞു. ദേ കൃഷ്ണേ, നീ എൻ്റെ നിന്ന് മേടിക്കും എന്നിങ്ങനെ പറയുമ്പോൾ, ഓ നമ്മളൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണമോള് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബബിത പറയും, നീ ഒന്നവിടെ നിന്നേ. എന്താ ബബിത ചേച്ചി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ സത്യം പറയുമോ?
ആദ്യം ചേച്ചി ചോദിക്ക്, എന്നിട്ട് പറയാം സത്യം പറയണോ വേണ്ടോന്ന്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, നിനക്കറിയാം അലീന ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന്. നീ വെറുതെ കള്ളം പറയാൻ നോക്കുകയും ചെയ്യരുത്. എനിക്കറിയാം ചേച്ചി അലീന ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന്. പക്ഷേ എനിക്കതിപ്പോൾ നിങ്ങളോട് പറയാൻ ഒരു നിർവാഹവുമില്ല. അപ്പോൾ ബബിത പറയും, നീ പറയണ്ടേടി, നീ പറയാതെ തന്നെ അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്ത്? നിങ്ങൾ എന്തറിഞ്ഞെന്ന് ഈ ചേച്ചി പറയുന്നേ? തൽക്കാലം അതിപ്പോൾ നിന്നോട് പറയാനുള്ള സൗകര്യം എനിക്കും ഇല്ല. നീ ഇവിടുന്ന് പോകാൻ നോക്ക് എന്നിങ്ങനെ ബബിത പറയുമ്പോൾ തന്നെ കൃഷ്ണമോൾക്ക് അവിടെ എന്തൊക്കെയോ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. സംശയത്തെ ആണേലും കൃഷ്ണമോൾ അവിടുന്ന് പോയെന്ന ഗ്യാപ്പിൽ തന്നെ ബബിത രോഹിത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. രോഹിയേട്ടാ, നമുക്കിനി അമ്മയുടെ റൂം കൂടി ഒന്ന് ചെക്ക് ചെയ്യണ്ടേ? അതിനിപ്പോൾ നടക്കുമോടി? കൃഷ്ണമോളും അലീന ചേച്ചിയും വന്നില്ലേ? നമ്മൾ രണ്ടുപേരെയും ആ റൂമിൽ കണ്ട അവർക്ക് സംശയം തോന്നും. അതൊക്കെ ഞാൻ ഏറ്റു. രോഹിയേട്ടാ, ഞാനിപ്പോൾ താഴേക്ക് പോയിട്ട് തുടയ്ക്കാനുള്ള തുണിയും ബക്കറ്റും ഒക്കെ ആയിട്ട് കയറി വരാം. അമ്മയുടെ റൂം ക്ലീൻ ചെയ്യാനെന്ന വ്യാജനെ ആ റൂമിൽ കയറാം. അങ്ങനെ നമുക്ക് ആ റൂം കയറി പരിശോധിക്കാം എന്നും പറഞ്ഞ് ബബിത താഴേക്ക് ചെല്ലും. അങ്ങനെ ബബിത താഴെ ചെന്ന് ക്ലീനിങ്ങിനുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും അലീന ചോദിക്കും, അല്ല മോളെ, ഇതൊക്കെ എടുത്തോണ്ട് നീ ഇതെങ്ങോട്ടാ? മുകളിലേക്ക് ചേച്ചി, അവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുക. പിന്നെ അമ്മയുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളതവിടെ വെച്ചോ, അതൊക്കെ ചേച്ചി ചെയ്തോളാം. അപ്പോൾ ബബിത പറയും, എനിക്കെന്താ കൈയും കാലും ഒന്നുമില്ലേ? ചേച്ചി ഇപ്പോൾ താഴത്തെ പണിയൊക്കെ ചെയ്താൽ മതി. ഞാനും രോഹിയേട്ടനുടെ മുകളിലൊക്കെ വൃത്തിയാക്കിക്കോളാം എന്നും പറഞ്ഞ് ബബിത മുകളിലേക്ക് കയറി പോവും. അങ്ങനെ ബബിതയും രോഹിത്തും കൂടെ ആദ്യം ക്ലീൻ ചെയ്യാനെന്ന് പറഞ്ഞു പോകുന്നത് വൈജയന്തിൻ്റെ റൂമിലേക്കാണ്. അങ്ങനെ അവർ റൂമിലൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും അവർക്കൊന്നും തന്നെ കിട്ടിയില്ല. പിന്നീട് വൈജയന്തിയുടെ പഴയ ഒരു ബാഗിൽ നിന്നും പൊടിപിടിച്ചിരിക്കുന്ന ഒരു ഡയറി കിട്ടുകയാണ്. അതിനകത്ത് സ്റ്റാൻലിയെ പറ്റി വൈജ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഡയറി അവർ വായിച്ചു നോക്കുന്നുണ്ട്. 23 വർഷങ്ങൾക്ക് മുമ്പ് ഗംഗേട്ടൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സ്റ്റാൻലിയുമായിട്ട് താൻ പ്രണയത്തിലാവുകയും ആ പ്രണയം തൻ്റെ വീട്ടുകാരറിഞ്ഞതും ആ പഠിപ്പ് നിർത്തി തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വീട്ടുകാരിടപെട്ട് തന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ താൻ 8 മാസം ഗർഭിണിയായിരുന്നു. അവിടെ നിന്ന് തന്നെ ഉപേക്ഷിച്ച് പോയതായിരുന്നു. സ്റ്റാൻലി എവിടെയാണെന്ന് അറിയാതെ മാസങ്ങളോളം അന്വേഷിച്ചിരുന്നു. ആ സമയത്താണ് ഗംഗേട്ടൻ വന്നിട്ട് തന്നെ അവിടെ നിന്ന് കൂട്ടി നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ 9 മാസത്തിനിടെ ഒടുവിൽ ഞാനൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ ആ കുഞ്ഞ് മരിച്ചു പോവുമായിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ബാലേന്ദ്രനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെ വൈജയുടെ ജീവിതത്തിൽ നടന്ന പഴയ എല്ലാ കാര്യങ്ങളും തന്നെ വൈജ ആ ഡയറിക്കകത്ത് കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രോഹിത് ബബിതയോട് പറയും, ബബിതെ, അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് അറിയില്ലേ അമ്മയുടെ മകള് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരം? അലീന ചേച്ചിയുടെ അച്ഛൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ മുത്തശ്ശനും അമ്മാവന്മാരും എല്ലാവരും കൂടെ ആ കുഞ്ഞിനെ വല്ല അനാഥാലയത്തിലും കൊടുത്തതായിരിക്കും. അപ്പോൾ ബബിത പറയും, അപ്പോൾ രോഹിയേട്ട, നമ്മുടെ അമ്മയെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ മുത്തശ്ശനും അങ്കിൾമാരും കൂടെ ചേർന്ന് നടത്തിയ ഒരു കള്ളക്കളിയായത്. അതിനകത്ത് നമ്മുടെ അമ്മ പെട്ടുപോയതാണ്. അപ്പോൾ അമ്മ ചെയ്ത തെറ്റ് നമ്മുടെ അച്ഛനോട് വിവാഹത്തിന് മുമ്പ് ഈ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല എന്നുള്ളതാണ്. അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അമ്മ തെറ്റുകാരിയാണ്. അതിൽ നമുക്ക് അച്ഛനെ തെറ്റ് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ രോഹിത് പറയും, എന്തായാലും ബബിത, നമ്മളിപ്പോൾ എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് അലീന ചേച്ചിയോട് തന്നെ ചോദിച്ചാലോ? എങ്ങനെയെങ്കിലും അലീന ചേച്ചിയോട് പറഞ്ഞ് നമുക്ക് ചേച്ചി ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ അമ്മയുടെ വയറ്റിൽ തന്നെ പിറന്നതല്ലേ അലീന ചേച്ചിയും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വന്തം ചേച്ചി തന്നെയാണ് അലീന ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അലീന അങ്ങോട്ടേക്ക് വരും. എന്താ മക്കളെ, നിങ്ങളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ? എങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ബബിത പറയും, ആ ക്ലീനിങ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങളൊരു കാര്യം ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി ഞങ്ങളോട് സത്യം പറയുമോ? അതെന്താ മക്കളെ നിങ്ങൾക്ക് അറിയാനുള്ളത്? എന്ത് വേണമെങ്കിലും ചോദിച്ചു, അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. അത് പിന്നെ ചേച്ചി, ഈ സ്റ്റാൻലി ആരാ? അങ്ങനെ ഒരാളെ ചേച്ചിക്ക് അറിയുമോ? അവരുടെ ചോദ്യം കേട്ട് അലീന ആകെ ഞെട്ടിപ്പറച്ച് നിൽക്കുകയാണ്. അത് പിന്നെ ചേച്ചി കൂടുതൽ നിന്ന് പരിങ്ങൊന്നും വേണ്ട, ചേച്ചിയുടെ അച്ഛനാണതെന്ന് പറയാൻ. ചേച്ചിക്ക് ഇത് ഇത്ര മടി? മക്കളെ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ രോഹിത് പറയും, എങ്ങനെ അറിഞ്ഞാലെന്താ, ചേച്ചി ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ അമ്മയുടെ വയറ്റിൽ തന്നെയല്ലേ പിറന്നേ. ഇതൊക്കെ കേൾക്കുമ്പോൾ അതിശയത്തോടു കൂടി തന്നെ അലീന രോഹിത്തിനെ നോക്കും. ചേച്ചി ഇങ്ങനെ നോക്കണ്ട, ചേച്ചി ആരാണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ചേച്ചി ചന്തയിൽ പോയപ്പോൾ ചേച്ചിയുടെ റൂമിൽ കയറി. അപ്പോൾ ആ ഡയറിയും ആ അമ്മയുടെ ഫോട്ടോയും അതിൻ്റെ പിന്നിൽ എഴുതിയ വാക്യങ്ങളും ഒക്കെ ഞങ്ങൾ വായിച്ചു. ഇത് കേട്ട് അലീന പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ ഒരിക്കലും ഈ ഒരു കാര്യം നിങ്ങളുടെ അമ്മയുടെ അടുക്കെ പറയരുത്.
ഇതറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നീട് ജീവിച്ചിരുന്നൊന്നും വരില്ല. അമ്മയോട് ഇതൊന്നും പറയണ്ടെങ്കിൽ ചേച്ചി ഞങ്ങൾക്ക് ഒരു വാക്ക് തരണം. എന്ത് വാക്ക് എന്ന് അലീന ചോദിക്കുമ്പോൾ ചേച്ചി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല. അത് ചേച്ചി ഈ നിമിഷം ഞങ്ങൾക്ക് വാക്ക് തരണം. ആ വാക്ക് തന്നാൽ ഈ കാര്യം ഞങ്ങൾ ഒരിക്കലും ആരോടും പറയില്ല. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറയും. എന്നിങ്ങനെ അവർ പറയുമ്പോൾ നിവർത്തികേട് കൊണ്ട് അലീന അതിന് സമ്മതിക്കുകയാണ്. ഇതോടുകൂടി രോഹിത്തിനും ബബിതയ്ക്കും ഒരുപാട് സന്തോഷമാകുകയാണ്.